ഹായ് ഡിയേഴ്സ്, സൺ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഹോം വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഈ വ്ളോഗ് ചെയ്യാൻ കാരണം ഈ ആമ്പൽക്കുളത്തിലേക്ക് നിറച്ച് വീണെടുക്കുന്ന ചാമ്പ തന്നെയാണ്, ചാമ്പയ്ക്ക. അതായത് ഈ കുളത്തിന് തൊട്ടടുത്തുള്ള ചാമ്പ മരത്തിൽ നിറച്ചും ചാമ്പ ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ എല്ലാം താഴെ ചാടി. അപ്പോൾ അതിൽ മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ആകെ കറുത്തു. ഇനി അത് ക്ലീൻ ചെയ്യണം. ഇവിടെ റോഡ് ടാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അവരുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, ടാർ വീപ്പയും അർബാനയൊക്കെ. അപ്പോൾ ഇതിനകത്ത് മഴവെള്ളവും ചാമ്പയൊക്കെ ചാടിയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് കളഞ്ഞില്ലെങ്കിൽ കൊതുക് വരത്തില്ലേ. അപ്പോൾ അത് കളയാനായിട്ട് അമ്മു വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അമ്മു അത് കളയുകയാണ്. നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ അംഗീകരിക്കണമല്ലോ. അപ്പോൾ അതാണ് ചാമ്പയുടെ വിശേഷം. ഇനി നമ്മുടെ മഞ്ഞ പൂവ് അതങ്ങനെ നിൽക്കുന്നില്ല, വേഗം വേഗം ചാടി പോവുകയാണ്, കൊഴിഞ്ഞു പോവുകയാണ്. പിന്നെ തന്നെയല്ല, നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇതിങ്ങനെ വള്ളി കിടക്കുന്നത്, ഒരു മരത്തിന് മുകളിലേക്ക് കയറി പോയതുകൊണ്ട് അത്ര തിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇഷ്ടംപോലെയുണ്ട്. പേരയിലും പ്ലാവിലും മാവിലും ഒക്കെ ആയിട്ട് അതിങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. അതിനിടയിൽ അമ്മു ചാമ്പയ്ക്ക പറിക്കാനായിട്ട് പോയിട്ടുണ്ട്. എത്തിച്ച് പറിക്കാനുള്ള ശ്രമത്തിലാണ്. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ് അമ്മു ചാമ്പയ്ക്ക പറിക്കുകയാണ്. പക്ഷെ എല്ലാം താഴെ ചാടിപ്പോയി. ഇന്ന് മഴയില്ലെന്ന് തോന്നുന്നു. ആകാശം നല്ല തെളിഞ്ഞ് നിൽപ്പുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് നിന്നൊരു മരമാണ്. അത് ഉണങ്ങിപ്പോയി തനിയെ. അപ്പോൾ അത് വെട്ടിച്ചതാണ്. വെട്ടി അത് മുറ്റത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി അത് വേറെ എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കണം. ഇതാ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോൾ ഇവിടെയുള്ളത് ശംഖുപുഷ്പമാണ്. അപ്പോൾ ഒരു പാട്ട് ഓർമ്മ വന്നു. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശകുന്തളേ ശകുന്തളേ. അപ്പോൾ ഇതാണ് ശംഖുപുഷ്പം. ഇതൊരു താമരക്കുളമാണ് കേട്ടോ. ഒത്തിരി താമരപ്പൂക്കളൊക്കെ വിരിഞ്ഞിരുന്നു, ഇപ്പോൾ വിരിയാറില്ല. അതുകൊണ്ട് തന്നെ ആ കുളം അത്ര ശ്രദ്ധിക്കാറില്ല. അതിലൊരു തരം പായലാണുള്ളത്. അസോളയുടെ വലുതാണെന്നൊക്കെയാണ് ഇവിടെ വരുന്നവർ പറയുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും അതിനും ഒരു ചന്തമുണ്ട്. തട്ടായിട്ടാണ് അതിൻ്റെ ഇലകളുള്ളത്. അതിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ ഒത്തിരി വേരുകളുണ്ട്. ഒന്നിൽ തന്നെ അതിൻ്റെ വേരുകളിൽ നിന്ന് വീണ്ടും പൊട്ടിയാണ് അതുണ്ടാവുന്നത്. ചേമ്പിലയിൽ വെള്ളം നിൽക്കാത്ത പോലെ താമരയുടെ ഇലയിലും വെള്ളം നിൽക്കുന്നില്ല. ഇത് കണ്ടോ, 2 ചാമ്പമരമുണ്ട്. ഒന്നിൽ കായ്ച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തത് കായ്ക്കും. ഇപ്പോൾ അതാ ഒന്ന് പൂവിട്ട് നിൽക്കുന്നു, ഒന്നിൽ കായ്ച്ച് അതെല്ലാം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ആമ്പൽക്കുളമാണ്. ഇതിൽ എന്നും തന്നെ പൂവുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അമ്മൂന് എക്സാം നടക്കുന്നതുകൊണ്ട് അവൾ പഠിക്കാൻ പോയി. അതുകൊണ്ടാണ് സൈൻ ഓഫിന് അവളില്ലാത്തത്. എന്തായാലും വീണ്ടും കാണാം മറ്റൊരു വ്ലോഗുമായി. താങ്ക് യു.